أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫജ്റിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഓതി വെച്ചിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാവുകളും തന്നെയാണ് സത്യം. വശഫ്ഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, രാത്രി മറയാൻ പോകുമ്പോൾ അത് തന്നെയാണ് സത്യം. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹജ്ർ, ഹൽ ഫീ ദാലിക, ഇതിലുണ്ടോ, ഖസമുൻ, സത്യം, ലിദീ ഹജ്ർ, ബുദ്ധിയുള്ളവർക്ക്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ചുകൊണ്ട് തന്നെയാണ്. ആദ്യം പറയുന്നത് വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. പ്രഭാതം നമുക്കെല്ലാവർക്കും അറിയാം, രാത്രി അവസാനിച്ച് പ്രകാശം പരന്നു തുടങ്ങുമ്പോൾ മനുഷ്യനും പക്ഷിമൃഗാദികളുമൊക്കെ ഉപജീവനം തേടിപ്പോകുന്ന സന്ദർഭമാണ്. ഏറെ ആലോചനക്ക് വക നൽകുന്ന സമയമാണ്. ആ സമയത്തെയാണ് അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാമത് പറയുന്നത് വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ ബലി പെരുന്നാളും അതുപോലെ തന്നെ അറഫ നോമ്പുമൊക്കെ ഈ ദിവസങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മറ്റൊന്ന്, മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്. അതിൽ ആശുറയും താശുവും ഒക്കെ ഉള്ള, മുഹറം 9ഉം 10ഉം ഒക്കെ ഉള്ള ആ ദിവസങ്ങളെയാണ് സത്യം ചെയ്ത് പറയുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അടുത്ത് പറയുന്നത് വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. അതിനെപ്പറ്റിയും അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ ആ ഇരട്ട എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെ പറ്റിയുമാണെന്നും ഒറ്റ എന്ന് പറയുന്നത് ഏകനായ തമ്പുരാനാണെന്നും പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതേപോലെ ദുൽഹജ്ജ് മാസത്തിലെ 9 ഹജ്ജ് നോമ്പുള്ള ആ 9 അത് ഒറ്റയാണ് എന്നും, ബലി പെരുന്നാൾ ദിവസം 10 അത് ഇരട്ടയാണ് എന്നും, അങ്ങനെ ഒറ്റയും ഇരട്ടയുമായ മുഴുവൻ സംഗതികളെയും ഇത് ഉൾക്കൊള്ളുന്നുവെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വല്ലൈലി ഇദാ യസ്ർ, രാത്രി അത് മറയാൻ പോകുമ്പോൾ, രാത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാ ജന്തുക്കളും ജീവജാലങ്ങളൊക്കെ ഉറങ്ങാനും വിശ്രമിക്കാനും എടുക്കുന്ന സന്ദർഭമാണ്. നാളെയെ സംബന്ധിച്ച് ചിന്തിക്കാനും കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് ഓർക്കാനുമൊക്കെ പറ്റിയ സന്ദർഭമാണ്. ഇത് മറ്റ് പല സ്ഥലങ്ങളിലും ഈ സന്ദർഭം സത്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു തന്നെ ചോദിക്കണം, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹജ്ർ, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ സത്യത്തിന് വക ഉണ്ടോ, സത്യം ചെയ്യാനുള്ള വക ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ദൃഷ്ടാന്തങ്ങൾ
ഇത് വെച്ചുകൊണ്ട് സത്യം ചെയ്യാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് വല്ല പ്രയാസമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ദിവസങ്ങളെയും സന്ദർഭങ്ങളെയും വെച്ചുകൊണ്ട് നമ്മോടും അള്ളാഹു ഉണർത്തുന്നത് ഇത് തന്നെയാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഒരു പ്രഭാതം വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ആർക്കും ചോദിക്കാനില്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും, ഒട്ടുമിക്ക സംഗതികളും ഇരട്ടകളായിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല ഒറ്റയായിട്ടും ഇതിനെ മുഴുവൻ പരിപാലിക്കുന്ന തമ്പുരാനെയും അതുപോലെ തന്നെ തമ്പുരാൻ്റെ കഴിവിനെയും ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സന്ദർഭമാണത്. അതുപോലെ തന്നെ 10 രാവുകളെ സംബന്ധിച്ചും രാത്രി കടന്നു പോകുന്നതിനെ സംബന്ധിച്ചും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ ഏറെ വക നൽകുന്ന സന്ദർഭങ്ങളാണ്. നാമും ഇതേപോലെ തന്നെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മനസ്സിലായിക്കൊണ്ട് അതിന് പിന്നിലുള്ള ഏകനായ ദൈവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളെ ഹൃദയവിശുദ്ധി വരുത്താനും റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മ പുതുക്കാനും നാം നമ്മോട് കഴിയുന്നത്ര ശ്രമം തുടരുക. എല്ലാ കാര്യത്തിലും നമുക്ക് അല്ലാഹു പുരോഗതി നൽകി അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. ആമീൻ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.